മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം തന്നെയാണ് ഏറ്റവും പ്രബലമായി എടുക്കേണ്ടത്. അത് സാമ്പത്തികമായ നേട്ടത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ ജന്മത്തിൽ നിൽക്കുന്ന രാഹു, 7ൽ നിൽക്കുന്ന കേതു, ഇത് സ്വാഭാവികമായിട്ടും ഇവർക്ക് കുടുംബത്തിൽ ചില ഒറ്റപ്പെടുത്തലുകളും കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ തോന്നിപ്പിക്കുന്ന ചില അവസ്ഥകളും ചില കലഹങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയെ സംശയത്തിൻ്റെ നിഴലിൽ വീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം ശരീരത്തിൻ്റെ അവശത മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അത് സംശയരോഗമായിട്ടൊക്കെ മാറാം. ഓവർ ആയിട്ട് മദ്യപിക്കുന്നവരും അതുപോലെ ലഹരി മരുന്നിനൊക്കെ അടിപ്പെട്ടവരുമൊക്കെ ആണെങ്കിൽ ഈ ഒരു ആഴ്ച വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രാഹുവിൻ്റെ സാന്നിധ്യം അവരുടെ മനസ്സിൽ വല്ലാത്ത പകയും സംശയവും സൃഷ്ടിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇവർ ഇത്തരം നെഗറ്റീവായിട്ടുള്ള ശീലങ്ങൾ തീർച്ചയായിട്ടും മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ലഗ്നത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ശരീരത്തിൽ അണുബാധയുണ്ടാകാനുള്ള സാധ്യത, മറ്റ് വിഷങ്ങൾ, അതായത് ലഹരി പോലുള്ള വിഷങ്ങൾ ശരീരത്തെ ബാധിക്കാനുള്ള സാധ്യതയും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കം വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആ ആഴ്ചയിൽ ശരാശരി ഗുണങ്ങൾ ഇവർക്കുണ്ടായി തുടങ്ങുകയും ചെയ്യും. ഗുണമുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22 സായാഹ്നം വരെയും ഗുണമുള്ള ദിവസങ്ങളാണ് മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം.